എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ ചെയ്യുക അവർക്ക് തോന്നിയ പോലെയാണ്. വിജയിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഈ ബിസിനസ് ആവശ്യപ്പെടുന്ന, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ആ കുറച്ച് കാര്യങ്ങളിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിൽ അച്ചീവറാണ്, ഒരു സംശയമില്ല. കാരണം ഇതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ പ്രായ വ്യത്യാസമോ ലിംഗ വ്യത്യാസമോ ഒന്നും ഇതിലില്ല. അപ്പോൾ ഇതിൽ വിജയിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ കറുത്തവനായാലും ശരി, വെളുത്തവനായാലും ശരി, വിദ്യാഭ്യാസ സ്കൂൾ പോകാത്തവനായാലും ശരി, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയാലും ശരി, എങ്ങനെയുള്ള ആളുകൾ, പല കാറ്റഗറിയിലെ ആളുകൾ ഇതിൽ വിജയിക്കുന്നതിന്റെ ഒരു കാരണം ഈ ബിസിനസ്, ഈ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാവുന്നത് കൊണ്ടാണ്. അത് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾ ഇതിൽ പരാജയപ്പെടുന്നുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ബിസിനസ്സിൽ, ഈ ഇൻഡസ്ട്രിയിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം ഈ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ലാസ്റ്റ് പറയാം, എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞങ്ങ് തുടങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേര് പരിചയപ്പെടുത്തി രഞ്ജിത്ത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3-3.5 വർഷം മുന്നേ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. വരുന്നത് വളരെയധികം നിർബന്ധിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് വലിയൊരു മുൻവിധി ഉണ്ടായിരുന്നു. ഇത് ആളെ ചേർത്തുന്ന പരിപാടിയാണ്, ഇങ്ങനെ നാട്ടിൽ കുറേ സംഗതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസാദ് സാർ എന്തിലും ഒന്ന് പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയ തുടക്കത്തിൽ പ്രസാദ് സാർ എന്തിലും ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഈ ആളെ ചേർത്തുന്ന പരിപാടിയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ അങ്ങനെ വരാൻ കാരണം, അമ്മ നിറപറ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ വളയൊക്കെ പണയം വെച്ചിട്ട് അമ്മ ഒരു പൈസയൊക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് സാധനമൊക്കെ കിട്ടി, എല്ലാം കൂടി അത് വീട്ടിന്റെ റേക്കിന്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് പിന്നെ അത് ആകെ ഉടായിപ്പായിരുന്നു ആ പരിപാടി. അപ്പോൾ അമ്മേന്റെ ഒരു 8,000-10,000 രൂപ അങ്ങനെ എന്തോ പോയിട്ട് ഒരു അനുഭവം മുമ്പിലുണ്ട്. മറ്റല്ലാതെ വേറെ നെറ്റ്വർക്ക് ചെയ്തിട്ടൊന്നും ഒരു എക്സ്പീരിയൻസ് ഒന്നും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം മുമ്പിലുള്ളതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം ഈ രീതിയിലുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ആളെ ചേർത്തുന്ന പരിപാടിയാണ്, നമ്മളെ പൈസ പോക്കാനുള്ള പരിപാടിയാണ്, ഇങ്ങനെ നാട്ടിൽ കുറെ സംഗതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രസാദ് സാർ വന്ന് പറഞ്ഞ സമയത്ത് 4-5 പ്രാവശ്യം റിജക്ട് ചെയ്താണ്. കാരണം 5 പ്രാവശ്യം റിജക്ട് ചെയ്യാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം വന്ന് പറയുമ്പോൾ ഞാനത് കേട്ടിട്ടില്ല. 2,10,000 ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന് അനിൽകുമാർ സാറും പ്രസാദ് സാറൂടെയാണ് വന്നത്, ഇന്നത്തെ NTC ലീഡർ. അപ്പൊ അങ്ങനെ അവര് വന്ന് പറയുന്ന സമയത്ത് ഒരു കാരണവശാലും സത്യത്തിൽ ഞാൻ അവരെ മുമ്പിൽ ഇരുന്ന് കൊടുത്തു എന്നല്ലാതെ എന്റെ മനസ്സ്, എന്റെ ശ്രദ്ധ സത്യത്തിൽ അവിടെ കിട്ടിയിട്ടില്ല. അവര് 2,10,000 നോമിനേഷൻ ഫെസിലിറ്റിയും പാസീവ് ഇൻകവും വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സത്യത്തിൽ എന്റെ മൈൻഡിലേക്ക് കയറുന്നില്ല. എന്റെ മൈൻഡിലുള്ളത് ഇവരെങ്ങനെ ഒഴിവാക്കാന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഇവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഇവരെ ഒഴിവാക്കാം, അതിനുള്ള വഴി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവര് ഗംഭീരമായിട്ട് ഘോരഘോരം 2,10,000 ഒക്കെ കഥ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ ഇതാ ചിന്ത. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ് പോയി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെ കേൾക്കുന്ന ആളില്ലേ, അതായത് നിങ്ങൾ പോയി പറയുന്ന ആള്, അയാളെ ശ്രദ്ധ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ തന്നെ നിങ്ങൾ ഇതിൽ പകുതി വിജയിച്ചു എന്നുള്ള. ആ ശ്രദ്ധ അവിടെ ഉണ്ടാവണം. ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് കയറി പറയേണ്ട ബിസിനസ് അല്ല മൈലേഷ്യല്. അയാളെ ശ്രദ്ധ കിട്ടണം. കാരണം അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് പൊട്ടനും ഏറ്റെടുത്ത് ചെയ്യുന്ന ബിസിനസ്സാ മൈലേഷ്യൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആണല്ലോ, ഏത് പൊട്ടനും ഇത് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവണമെന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾ ചില സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ സെയിൽസ് ക്ലോസിംഗ് ആണ്. വലിയ കാര്യമൊന്നുമില്ല ഇതിൽ. അപ്പൊ ശ്രദ്ധ അവിടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാനിത് പറയുന്ന സത്യത്തിൽ എന്റെ അനുഭവം കൊണ്ട് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം ഒക്കെ അദ്ദേഹത്തിനെ ഇറക്കി വിട്ടു. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പ്രസാദ് സാറിന് പറഞ്ഞത്, പ്രസാദാ നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, ഇത് കാരണം പോയി പോരുത്, അതിനെക്കൊണ്ട് നിങ്ങൾ ഒരു ലീഡർമാരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 6ാമത്തെ പ്രാവശ്യം അയാൾ കയറി വന്നു. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ ബിസിനസ് എന്താന്നുള്ളത്. അപ്പോ എന്നെ ഇത് മനസ്സിലാക്കുന്നവരെ അയാൾ ഫോളോ അപ്പ് ചെയ്യുന്നുള്ള അയാൾ തീരുമാനിച്ചു. അങ്ങനെ 6ാമത്തെ പ്രാവശ്യം കയറി വന്ന സമയത്ത്, എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ, കുറച്ച് ശല്യം തീരട്ടെ, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി. ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നു ഞാനല്ല, അമ്മയാ പറയുന്നത്. എടാ എന്നോട് പറഞ്ഞ 4-5 പ്രാവശ്യം പോലും ഇവിടെ കയറി ഇറങ്ങിയില്ലടാ, പ്രസാദ് അല്ലേ പറയുന്നത്, കുറച്ച് സാധനം വാങ്ങിയപ്പോഴേ വേറെ പൈസയൊന്നും പോകുന്നില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞു. അപ്പോ അമ്മ അഡ്വാൻസ് എടുക്കാൻ അകത്തേക്ക് പോയ സമയത്ത് സത്യത്തിൽ അന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം ശമ്പളമൊക്കെ സ്റ്റോപ്പായി കിടക്കുന്ന സമയത്ത്, ലോക്ക്ഡൌണ്, കൊറോണ തുടങ്ങിയ ആ സമയത്താണ്. അപ്പൊ അങ്ങനെ 1,000 രൂപ അഡ്വാൻസ് എടുക്കാൻ അന്ന് അമ്മയുടെ കയ്യിൽ 1,000 ഉള്ളൂ. 1,000 രൂപ അഡ്വാൻസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അൻസാർ നിർബന്ധിച്ച സമയത്ത്, അഡ്വാൻസ് എടുത്ത് കൊടുക്കാൻ അകത്തേക്ക് പോയ സമയത്ത് ഞാൻ പുറകെ പോയിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മയെ പൈസ പോയിട്ട് എന്നെ പറയരുത്. ഏഹ് ഞാനൊരു കാരണവശാലും ഇത് ചെയ്യല. അമ്മ വെറുതെ പൈസ. അപ്പൊ എന്നോട് പറയുന്നത്, പൈസ എങ്ങനെയാ പോവുക, നമുക്ക് കുറച്ച് സാധനം വാങ്ങിയ പോരെ, ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ.
ഞാൻ ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ട് അമ്മയാണ് 1000 രൂപ എടുത്ത് കൊടുത്ത് അഡ്വാൻസ് എടുത്ത് കൊടുത്ത് ഫോട്ടോ ഒക്കെ ഇട്ട് എന്നെ ഇതിൽ സത്യത എൻട്രി വെക്കുന്നത് അമ്മയാണ്. അങ്ങനെ പിന്നീട് ബാക്കിയുള്ള എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ സെലക്ട് ചെയ്ത് ഒരു 10,000 രൂപേന്റെ പ്രോഡക്റ്റ് എടുത്ത് പ്രസാദ് സാർ വീട്ടിൽ കൊണ്ടു തന്നു. അങ്ങനെ ആ പ്രോഡക്റ്റുകൾ സത്യത്തില് പിന്നെ ഞാൻ ആവശ്യപ്പെട്ടില്ല, ഞാൻ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. പ്രസാദ് സാർ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് സത്യത്തിൽ കൊണ്ടു തന്ന്. അതിൽ ഒരു ഹാൻഡ് വാഷ്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ പറഞ്ഞാൽ പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. പിന്നെയുള്ളത് പറഞ്ഞാൽ വലിയൊരു ഉരുണ്ട ബോട്ടിലാ, അതിന്റെ പേര് കവചപ്രാശം എന്നാ. പിന്നെ കുറെ ചുവന്ന ബോട്ടിലുണ്ട്. ഇതൊന്നും എന്തിനാണെന്നോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ ഇതിന്റെ വില നോക്കുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു 1800 കവചപ്രാശത്തിന്റെ MRP. നമുക്ക് DP എത്രയാണ്? 800 ചില്ല, സോറി, 1200 അന്ന് കവചപ്രാശത്തിന്റെ MRP. 800 തോന്നുന്നു DP. അങ്ങനെ എന്തോ ആണ്. 400 രൂപ അതിന് മുകളിൽ ലാഭം കിട്ടും, അങ്ങനെയാണ് അതിലുള്ളത്. അപ്പോ 1200 രൂപേന്റെ സാധനം സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മോനെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അത്യാവശ്യമില്ല, അത്യാവശ്യം തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനം പെട്ടി കൊണ്ടുവച്ച് 2 ദിവസം വീട്ടിന്റെ കട്ടിനടി കിടന്നു. പക്ഷെ പൈസ കൊടുത്തല്ലേ, അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കണം. അപ്പോ തുടക്കക്കാരൊക്കെ ബിസിനസ് എന്ന് പറയുന്നത് അവർ മുടക്കിയ പൈസ എങ്ങനെയുണ്ട് കയ്യിലാക്കുക എന്നുള്ള. വേറെ നിങ്ങൾ 2,10,000 അല്ലെങ്കിൽ പാസീവ് ഇൻകോ അല്ലെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനൊന്നും പുതിയ ആളുകളോട് കുറച്ച് കാര്യമില്ല. അവർക്ക് വേണ്ടത് അവർ മുടക്കിയ പൈസ അവരെ കൈ കിട്ടുക എന്നുള്ള. ഇപ്പൊ എന്റെ ചിന്ത അങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരിക്കും പൊതുവെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ സ്വപ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടാവുകയില്ല. അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റുകൾ എന്റെ ബൈക്കിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം പോയിട്ടുള്ളത് എന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക്. എന്റെ സുഹൃത്ത് എന്റെ ഗുരുനാഥനൊക്കെയാണ്. അപ്പോ ഞാൻ എന്ത് തുടങ്ങിയാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. പിന്നെ ഈ പേസ്റ്റും സോപ്പും ഒക്കെ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു. ബാക്കിയുള്ള കവചപ്രാശം, പിന്നെ കുറെ ചുവന്ന ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, 95 ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആ സമയത്ത് എനിക്ക് അറിയില്ല, എന്റെ ഗുണം അറിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് വിറ്റിട്ട് ഇതിന്റെ മുതലെങ്കിലും കൈ കിട്ടുക എന്നുള്ള, ലാഭമൊന്നും വേണ്ട, മുതലെങ്കിലും കൈ കിട്ടുക. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് വേറെ ഒരു പൈസയും കയ്യിൽ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ ഈ പ്രോഡക്റ്റുകളായിട്ട് ഞാൻ ബൈക്കിന്റെ മുകളിൽ വെച്ച് എന്റെ സുഹൃത്തിന് വീട്ടിൽ പോയി. ഞാൻ അവിടെ വെച്ച് ഒരു ബ്രോഷർ എന്റെ കയ്യിൽ തന്നിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഈ കവചപ്രാശം, ആദ്യം വില കൂടിയ സാധനമല്ലോ കവചപ്രാശം, ഞാൻ പറഞ്ഞു ബിജുവേട്ട അടിപൊളി ലേഹ്യാണ്, സൂപ്പർ ലേഹ്യാണ്, നിങ്ങൾ ലേഹ്യമൊക്കെ കഴിക്കുന്നല്ലേ, ഇത് കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റിയിലെ ലേഹ്യാണ്. അപ്പൊ എന്നോട് വെച്ച് ഇതെന്തിനാണ്? ആ സത്യത്തിൽ ഇത് എന്തിനാന്നുള്ളത് എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറായി, ഭയങ്കര എനർജി ആയിരിക്കും, ക്ഷീണമൊക്കെ മാറി കിട്ടും എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവനോട് ഇതിൽ എന്തൊക്കെയാ ചേരുവകൾ ഉള്ളത്, പടച്ചോനെ കുടുങ്ങിയല്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇതിലെന്തൊക്കെയാ ചേരുവകൾ സത്യത്തിൽ എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ കയ്യിൽ ബ്രോഷർ ഉണ്ട്, ഞാൻ ഇതങ്ങ് എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു ബിജുവേട്ട അതൊന്ന് വായിച്ചു നോക്കി, ഞാൻ പറയുന്നത് കൃത്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയെന്ന്. അങ്ങനെ ബിജുവേട്ട വായിച്ചു നോക്കാം. ഇത് കവചപ്രാശം, ഇത് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്, ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എന്നൊക്കെ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. അപ്പൊ എന്നോട് പറഞ്ഞ ഇതിൽ ബ്രഹ്മിയുണ്ട്, കുങ്കുമപ്പൂവുണ്ട്, അമുക്കുരുണ്ട്, പിന്നെ അങ്ങനെ കുറെ കാട്ടുനെല്ലിക്കുണ്ട്, അതുണ്ട് ഇതുണ്ട് കുറെ സാധനം. ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടല്ലേ, ഗംഭീര സാധനം. അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞാല് സത്യത്തില് എനിക്കറിയാത്ത ഇൻഗ്രീഡിയൻസ് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ച് പഠിച്ചു. ഇതാണ് സത്യത്തില്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ബിജുവേട്ട എന്റെ കൈനീട്ടാണ്, എന്റെ കച്ചവടമാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 1500 രൂപ 3 500 നോട്ട് എടുത്ത് എന്റെ കൈ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി തരാൻ ചില്ലറ, ബാക്കി നീ തരേണ്ട, ഒരു കച്ചവടം തുടങ്ങിയല്ലേ, ഐശ്വരാട്ടെ, എന്തായാലും എന്റെ കൈ നിട്ടല്ലേ ഉഷാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1500 രൂപ എന്റെ കൈ തന്നു. നോക്കൂ നിങ്ങൾ, 800 രൂപേന്റെ സാധനത്തിന് 1500 രൂപ എന്റെ കൈ കിട്ടി. സത്യത്തിൽ 400 രൂപ ലാഭം കിട്ടുള്ളൂ. പക്ഷെ അതും കഴിച്ചിട്ട് പിന്നെ ലാഭം കിട്ടി. അപ്പോൾ സത്യത്തിൽ അവിടെ ഞാൻ പോസിറ്റീവ് ആയിരുന്നില്ല. അപ്പൊ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അറിയില്ലെങ്കിൽ കോൺഫിഡൻസ്, വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സാധനം വാങ്ങിക്കുന്നുള്ള ഒറ്റ കാര്യം മനസ്സിലായി. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള സാധനമൊക്കെ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു. പിന്നെ ഞാന് അതിൽ ബാക്കി കുറച്ച് പേസ്റ്റും സോപ്പൊക്കെ ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ. അത് ഞാൻ എന്റെ സുഹൃത്തുക്കൾ എടുത്തപ്പോൾ ഞാൻ പറയാം ഒരു 200 രൂപ തന്നേ. അപ്പൊ പെട്ടെന്ന് എന്ത് 200 രൂപ എടുത്തു. എന്നിട്ട് എന്തിനാ എന്തിനാന്നുള്ളത് പറയാതെ 200 രൂപ വാങ്ങിയിട്ട് പേസ്റ്റും സോപ്പും കൊടുക്കും. ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിച്ച് നോക്കും, നല്ലതാണെങ്കിൽ വീണ്ടും വാങ്ങിക്കും, അന്നില്ലെങ്കിൽ പഴയ സാധനം വാങ്ങിക്കും. പിന്നെ അവർക്ക് പൈസ തിരിച്ചു ചോദിക്കാനാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ സാധനം കൊടുത്തു. ബാക്കിയുള്ള കുറച്ച് സാധനം അവിടെ വെച്ചു. അങ്ങനെ പിന്നീട് ഒരു ഹോം ഷോപ്പ് ചെയ്യണമെന്ന് ലീഡേഴ്സ് എന്നോട് പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ ഹോം ഷോപ്പ് ചെയ്യണമെങ്കിൽ 50,000 റുപ്യ വേണം. 50,000 റുപ്യ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് അന്നപ്പോഴേക്കും ഒരു 4-5 ആളുകള് പിന്നെ പ്രസാദ് സാറിന്റെ കെയർ ഓഫിൽ വന്നിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഒരു 3 ലക്ഷം റുപ്യന്റെ പ്രോഡക്റ്റ്, 3 ലക്ഷം റുപ്യ സത്യത്തിൽ ലോൺ എടുക്കുക, ആ സമയത്ത് ലോൺ എടുക്കുകയാണ്.
50,000 രൂപ ഒരാൾ വെച്ചിട്ട് 6 ആള് 3 ലക്ഷം രൂപേന്റെ പ്രോഡക്റ്റ് എടുത്ത് സത്യത്തിൽ ആ ഹോം ഷോപ്പിലാണ് എനിക്ക് ഒരു ടീമിന് ഉണ്ടാക്കി തന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ടീമിന്റെ ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുള്ളത് ആ ഒറ്റ ഹോം ഷോപ്പിൽ കൂടിയാണ്. അപ്പൊ അങ്ങനെ ആ പ്രൊഡക്റ്റ് എടുത്തു. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പൊ തുടക്കത്തിൽ ഇതിന്റെ ആവേശത്തിലൊക്കെ ഞാൻ എന്ത് ചോദിച്ചാൽ ഒറ്റയ്ക്ക് കുറെ ആളുകളോട് ബിസിനസ് പറയാൻ പോയി. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഗുരുല. അപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ കുറെ കഷ്ടപ്പാടുണ്ട്. സാധാരണ കൂലിപ്പണിക്ക് പോകാൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച, പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പെങ്ങളെ കെട്ടിക്കാനുണ്ട്, ഇങ്ങനെ കുറെ ബാധ്യതകളുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ വട്ടം വരച്ച സമയത്ത് 2 വട്ടം, ഒരു വട്ടത്തിൽ ഇവനാ, ഒരു വട്ടത്തില് എന്റെ വേറൊരു കുടുംബക്കാരനാ. അപ്പൊ ഈ ഒരു വട്ടത്തിൽ ഞാൻ ഇവനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇവൻ എന്റെ ഈ ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, മറ്റേ വട്ടത്തില് ഇവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ തുടക്കത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവരോടൊക്കെ ബിസിനസ് പറഞ്ഞ സമയത്ത് ഞാൻ ഇവരോട് ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന ബിസിനസ്സാ മോനെ, അടിപൊളി ബിസിനസ്, നമുക്ക് ഉഷാറാക്കി ചെയ്യാം പിന്നെ എന്നൊക്കെ പറഞ്ഞു. അവനോട് പറഞ്ഞു ഇനി പോയി രക്ഷപ്പെട്ടോ, ഞാൻ പിന്നെ രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവിടെ കരിഞ്ഞു പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചൊരു വ്യക്തിയാണ്. ഇങ്ങനെ സത്യത്തില് 5-10 ആളുകളോട് പറഞ്ഞ സമയത്ത് ഓരോ ഒറ്റ ആളുകൾ പോലും സത്യത്തിൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ള, എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ള. പക്ഷെ അവിടെ ഞാൻ എടുത്തൊരു തീരുമാനവും 11-ാമത്തോട് ഞാൻ പറയും. കാരണം ഈ പ്രോഡക്റ്റ് സൂപ്പറാ. അന്നപ്പോഴേക്കും എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഈ നെഞ്ചരിച്ചിലൊക്കെ നല്ല റിസൾട്ട് കിട്ടി. ലിബഗൈനൊക്കെ ഉപയോഗിച്ചിട്ട് അമ്മയ്ക്ക് കാലങ്ങളായിട്ട് മാറാത്ത പ്രശ്നം. തൽക്കാലം മരുന്ന് കഴിക്കും, മാറും, വീണ്ടും വരും. ഇങ്ങനെ ആയുർവേദം, അലോപ്പതി, ഹോമിയോ ഒക്കെ കുറെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ ലിബഗൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒട്ടുക്കാത്ത റിസൾട്ട് വന്നു. സത്യത്തിൽ അത് പറയുമ്പോൾ എന്റെ രോമം വരെ എഴുന്നേറ്റ് നിൽക്കും, ആ രീതിയിലുള്ള റിസൾട്ട്. പിന്നെ എനിക്ക് താരന്റെ പ്രശ്നത്തിനുണ്ടായിരുന്നു. അതിന് നമ്മൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, ബ്രിങ്കരാജ ഹെയർ ഓയിൽ കൂടി ഉപയോഗിച്ച സമയത്ത് അതിന് റിസൾട്ട് കിട്ടി. ഇപ്പോ കൊടുത്ത കവചപ്രാശം കൊടുത്ത ബിജുവേട്ടനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബിജുവേട്ടാ നമ്മുടെ പ്രൊഡക്റ്റ്? ആടെ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ, ഇനി പറഞ്ഞ ക്ഷീണമൊന്നുമില്ല, നല്ല പിന്നെ നല്ല ഉഷാറ് തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ റിസൾട്ടൊക്കെ ഞാൻ കൊടുത്ത ആളുകളൊക്കെ പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റിൽ എനിക്ക് ഒടുക്കത്തെ വിശ്വാസം വന്നു. അപ്പൊ 10 ആളുകൾ നോ പറഞ്ഞ സമയത്ത് 11-ാമത്തോട് പറയാനുള്ള ഒരു വിശ്വാസം സത്യത്തിൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടും പ്രൊഡക്റ്റ് കുറച്ച് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടും സത്യത്തിൽ എനിക്ക് കിട്ടിയെന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ഒരു 5,000 രൂപ 10,000 രൂപേന്റെ പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ വെക്കുകയും ബിസിനസ് അറിയാതെ കുറച്ച് ആളുകളെ ചേർത്തണം എന്നുള്ള മൈൻഡോട് കൂടി കുറച്ച് ആളുകളോട് സ്വന്തമായിട്ട് ഇത് പഠിക്കാതെ പറയുകയും ഫോണിൽ കൂടി ബിസിനസ് പറയുകയും ചെയ്യുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ വരാണ്ടാകുന്ന സമയത്ത് നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഈ ബിസിനസ് നിർത്തി പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഞാനിത് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ബിസിനസ് ജെന്യൂൻ ആണ്. ഇതിൽ കൂടി വരുമാനം കിട്ടുന്ന ആളുകളൊക്കെ കണ്ടു, പരിചയപ്പെട്ടു, അവരെ പ്രൂഫൊക്കെ കണ്ടു. അപ്പൊ വരുമാനം ഇതിൽ കിട്ടും. പക്ഷെ നമുക്ക് ഈ പണി അറിഞ്ഞൂടാ എന്നുള്ള കാര്യം ബോധ്യായി. അങ്ങനെ പ്രസാദ് സാറിന്റെ വീട്ടിൽ വെച്ചിട്ട് കട്ടിങ് എഡ്ജും മറ്റുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് പങ്കെടുത്തു. അങ്ങനെ ലീഡേഴ്സ് പറയുന്നത് പ്രകാരം ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായി. തുടക്കത്തിൽ എന്നോട് ശ്രീധരൻ സാറൊക്കെ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് മാത്രമേ പണി തുടങ്ങാൻ വിട്ടോ, ലിസ്റ്റ് ഇട്ടിട്ട് മാത്രമേ ആളുകളോട് ബിസിനസ് പറയാൻ വിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. ഏടെ ലിസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല നമ്മള്. കാരണം ഇതിൽ തന്നെ ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന എത്ര ആളുകളെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യും, തല താഴ്ത്തിയിരിക്കേണ്ടി വരും. പല ആളുകളും ലിസ്റ്റ് ഇട്ടുണ്ടാവില്ല. ഈ ലിസ്റ്റ് ഇടാതെ നിങ്ങൾ എത്ര വലിയ കൊമ്പനായാലും ഈ ബിസിനസ്സിൽ സക്സസ് ആവില്ല കേട്ടോ. എഴുതി വെച്ചോളൂ നിങ്ങൾ. ലിസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ. ആദ്യം ലിസ്റ്റ് ഇടണം, നമ്മളെ കുടുംബക്കാരെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളൊക്കെ വെച്ച് ലിസ്റ്റ്. അങ്ങനെ ഞാൻ ഈ തുടക്കത്തിൽ ഞാൻ പരാജയപ്പെട്ട സമയത്ത് ഞാൻ ലീഡേഴ്സിന് സറണ്ടർ ആയിരുന്നില്ല. കാരണം തുടക്കത്തിൽ സറണ്ടർ ആകുന്നത്, ഞാനൊരു ബാങ്ക് ജോലിക്കാരനാണ്, അത്യാവശ്യം പിന്നെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് പറയുന്ന ലീഡർ 7-ാം ക്ലാസ്സുകാരനാ, എന്നോട് പറയുന്ന ലീഡർ പിക്കപ്പ് ഡ്രൈവറാ. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ എന്റെ ഈഗോ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നീട് ഞാൻ ഇവർക്ക് സറണ്ടർ ആയിരുന്നില്ല. ഇവര് പറഞ്ഞ പോലെ ലിസ്റ്റ് ഇട്ടു, അതിൽ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തു. അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ അന്ന് പ്ലാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ സാറാണ്. സത്യത്തിൽ എനിക്കന്ന് ഈ പ്ലാൻ ഒന്നും അറിയില്ല. പക്ഷെ അവർ പ്ലാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞത് എന്താ വെച്ചാല്, എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും വന്ന് കുറച്ച് ആളെ വന്ന് 20 ആളെ വിളിച്ചിട്ടുണ്ട്, 8 ആളെ വന്നു. ഈ 8 ആളോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഇതിന്റെ പ്ലാൻ ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല, അതൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അമ്മയ്ക്കും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി, ഇവർക്കും നല്ല റിസൾട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കച്ചവടം, ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു അഡീഷണൽ വരുമാനം അല്ലെങ്കിൽ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ബാധ്യതകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്ട്രാ വരുമാനം എന്നുള്ള രീതിക്കാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം. നിങ്ങളൊക്കെ ചെയ്യേണ്ട ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. നല്ലതാണെങ്കിൽ നിങ്ങൾ വീണ്ടും വാങ്ങിക്കോളി, തന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ സാധനം തന്നെ വാങ്ങിക്കോളി. ഏതോ ഒരു കടയിൽ നിന്ന് ഏതോ ഒരു പ്രാവശ്യം വാങ്ങിയ പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. എന്തായാലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. അപ്പോ
അവിടെ വന്ന ആളുകൾ മുഴുവൻ എന്നോട് പ്രോഡക്റ്റ് വാങ്ങിച്ചതല്ല. അപ്പൊ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തു, സത്യത്തിൽ അവിടെ വിറ്റുപോയി. ആ വിറ്റുപോകാനുള്ള പ്രധാന കാരണം എന്റെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് നടന്നു എന്നുള്ളതാണ്. ആ മീറ്റിംഗ് നടന്ന സമയത്ത് പ്ലാൻ പറയുന്ന സമയത്ത് ഞാൻ കോൺഫിഡൻസ് കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ ഒരു വേറൊരു കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലീഡേഴ്സ് പറയുന്ന പ്രകാരം ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റിന് ശേഷം മീറ്റിംഗ് വിളിച്ചു എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ പ്രൊഡക്റ്റുകൾ വിറ്റുപോയ സമയത്ത് ഞാൻ കൂടുതൽ പോസിറ്റീവായി. പിന്നീട് ഇതിന്റെ ട്രെയിനിങ് മീറ്റിങ്ങിലൊക്കെ വിളിക്കും. ഈ ട്രെയിനിങ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അധികം പ്രസാദ് സാറിന്റെ അവിടെ നിന്ന് ഉണ്ടാവുക. കട്ടിങ് അടിച്ച വലിയ വലിയ പ്രോഗ്രാമുകളൊന്നുമില്ല, GTS ഒന്നും അന്ന് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ കട്ടിങ് അടിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി ഒക്കെ തിരുവനന്തപുരത്താന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ കേട്ടോ, അതേപോലെ തന്നെ ഈ കട്ടിങ് എഡ്ജും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഒക്കെ പ്രസാദ് സാറിന്റെ വീട്ടിൽ നിന്ന്. ആകെ ഞങ്ങളെ 2-3 ആൾക്കാരുണ്ടാവും. ആ 3 ആൾക്കാർ ചേർന്നാൽ കട്ടിങ് എഡ്ജായി, 3 ആൾക്കാർ ചേർന്നാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ആയി, ഇങ്ങനെയൊക്കെയായി. പക്ഷേ ഈ ബിസിനസ് എന്താന്ന് കൂടുതലും മനസ്സിലാക്കാൻ പറ്റി. ഇതിലെങ്ങനെയാണ് ആഴ്ചയിൽ 2,10,000 കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അതിലൊരു വിശ്വാസം വന്നു, പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് അങ്ങ് പിന്നെ സീരിയസ് ആയി ചെയ്യാൻ തീരുമാനിച്ചു. പാർട്ട് ടൈം ആയി ചെയ്തു. അങ്ങനെ ആദ്യത്തെ വരുമാനം കിട്ടിയത് 450 പിന്നീട് ആ വരുമാനം ഗ്രാജുവലി വർദ്ധിപ്പിക്കാൻ പറ്റി. ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞല്ലോ, ഈ ബിസിനസ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ആദ്യം ചെയ്തു, പാളിപ്പോയി. പിന്നീട് ഈ ബിസിനസ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ മാറിയത് കൊണ്ടും ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തത് കൊണ്ടാണ് സത്യത്തിൽ ഗ്രാജുവലി ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ 450 വരുമാനം കിട്ടിയ സമയത്ത് വിശ്വാസമായി, ഇതിൽ 2,10,000 കിട്ടും. പക്ഷെ അത് എപ്പോഴും കിട്ടിക്കോട്ടെ, നമ്മളെ ലക്ഷ്യം, എന്റെ ലക്ഷ്യം ആഴ്ചയിൽ 1000 രൂപ ഉണ്ടാക്കുക എന്നുള്ള. കാരണം ബാങ്കിൽ ഒരു 10-35,000 രൂപ സാലറി ഉണ്ട്, അതെല്ലാ മാസവും 1-ാം തീയതി കിട്ടും. പക്ഷേ അത് എവിടെയും തെയ്യല്ല. കാരണം വെച്ചാല് ഒരുപാട് ലയബിലിറ്റി ഉണ്ട്, കടങ്ങളുണ്ട്, വീടുമായി ബന്ധപ്പെട്ട ലോൺ ഉണ്ട്, ഭാര്യന്റെ ഗോൾഡ് വെച്ച അത് വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറെ ബാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്ന ശമ്പളം എന്ത് ചോദിച്ചാൽ അതിലേക്കൊക്കെ അങ്ങ് പോകും. സത്യത്തിൽ ഒരു ഉറുപ്പ്യം മാറ്റിക്കണ്ടാവില്ല. അപ്പൊ ഈ ബിസിനസ് മനസ്സിലായ സമയത്ത് ഇതിനൊന്ന് സീരിയസ് ആയിട്ട് കണ്ടു. കാരണം ഒരു എക്സ്ട്രാ വരുമാനം ആഴ്ചയിൽ 1,000 രൂപ കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. 4 ആഴ്ച 4,000 രൂപ കിട്ടുക. അപ്പൊ അതാണ് ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്തു. എന്റെ കൂടെ വന്ന ആളുകളെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് സത്യത്തിൽ എന്റെ വരുമാന വർധനം ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആവുണ്ടോ? നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. 2 ആളായിക്കോട്ടെ, 20 ആളായിക്കോട്ടെ, 200 ആളായിക്കോട്ടെ, എത്ര ആളായിക്കോട്ടെ, നിങ്ങളെ കൂടെ വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് സർവീസ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കാണ്ട് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും. അതല്ല നിങ്ങൾക്ക് എല്ലാ ആഴ്ചയൊന്നും വരുമാനം വേണ്ട, വല്ലപ്പോഴൊക്കെ 500-1000 കിട്ടിയാൽ മതി എന്നൊക്കെ. ഈ ഷവർമയോ കണ്ടില്ലേ നിങ്ങൾ? ഈ ഷവർമേന്റെ കമ്പി 24 മണിക്കൂറും ചൂടായിക്കൊണ്ട്, ആ കമ്പിക്ക് എപ്പോഴെങ്കിലും ഒരു സുഖം കിട്ടുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ള നാരങ്ങേന്റെ നീര് വല്ല സമയത്ത് 2 തുള്ളി ഉറ്റുമ്പോഴാണ് കമ്പിക്ക് ഒരു സുഖം കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ, വല്ലപ്പോഴും ഒരു 500 വല്ലപ്പോഴും ഒരു 1000 ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സ് പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട. നേരെ മറിച്ച് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വരുമാനം വേണം, എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളെ വരുമാനം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മുകളിൽ നിങ്ങളെ വിജയിച്ച ലീഡേഴ്സ്, അവൻ എന്ത് പൊട്ടനായിക്കോട്ടെ, എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനായിക്കോട്ടെ, കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മലേഷ്യയില് നിങ്ങളെയും കാട്ടും ഒരു ദിവസം മുന്നേ വന്ന എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കും, പല സമയത്തും നിർബന്ധിക്കും. മീറ്റിങ്ങിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ ചടപ്പാണ്. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല. ഇനി അഥവാ വിളിച്ച് ഇങ്ങനെ അലസുണ്ടാക്കുന്ന സമയത്ത് മീറ്റിങ്ങിന് പോകും. മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഒന്നും പോകില്ല, കുറച്ച് കഴിഞ്ഞിട്ടാ പോവുക. മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ തലയും കിട്ടുകയില്ല, വാലും കിട്ടുകയില്ല. അപ്പൊ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കത്തി. സത്യത്തില് ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ലാന്നു. ആളുകളെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, മാൻ പവർ വർദ്ധിപ്പിക്കുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കുന്നുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു. ഇതൊക്കെ മനസ്സിലാവേണ്ട നിങ്ങൾ കട്ടിംഗ് എഡ്ജിലൊക്കെ ഇരിക്കണം കേട്ടോ. കട്ടിംഗ് എഡ്ജ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവും. ക്ലിയറാണല്ലോ? അപ്പൊ അങ്ങനെ ഏതോ ഒരു കട്ടിംഗ് എഡ്ജിന്നോ ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിന്നോ ഏതോ ഒരു ലീഡർ സ്പീച്ച്, ആരെ സ്പീച്ചാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ശ്രീധരൻ സാറേ ആണോ, ഇനി ശൈലേഷ് സാറേ ആണോ, ബെല്ലി സാറേ ആണോ, അല്ലെങ്കിൽ അനിൽകുമാർ സാറാണോ, ഏത് ലീഡറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ലീഡറോട് ഞാൻ ഇപ്പോഴും കടപ്പെട്ടുള്ള ആളാണ്. സത്യത്തിൽ ആ ഒരു കണക്ക്, അതായത് ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ഏത് മേഖല ആയിക്കോട്ടെ, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള സമയത്തെ പണം ഉണ്ടാക്കാനാവും. ആ ആരോഗ്യമുള്ള സമയത്ത് ആ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൻ പവർ വർദ്ധിപ്പിച്ചേ മതിയാവൂ, സമയം വർദ്ധിപ്പിച്ചേ മതിയാവൂ.
ക്ലിയർ ഉണ്ടോ? ബെല്ലി സാർ പറയുമ്പോൾ E = M² എന്ന് പറയുന്ന കണക്കുണ്ട്, അത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോ അങ്ങനെ ആ കണക്ക് മനസ്സിലായ ശേഷം ഈ ബിസിനസ്സിൽ സീരിയസ് ആയി എന്നുള്ളതാണ്. സീരിയസ് ആയി പിന്നീട് നടന്നിട്ടുള്ള സത്യത്തിൽ ഒരു ട്രെയിനിങ്, ഒരു മീറ്റിങ്ങും ഇന്ന് വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പനിയായ പോലും എണീച്ച് ഞാൻ GTS പോകും, പനിയായ പോലും മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും പോകും. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അനുഭവം പറഞ്ഞുതരാം. വയനാട് ഒരു RTP നടക്കുക. ആ RTPക്ക് പോകാൻ സത്യത്തിൽ എനിക്ക് പ്രോഗ്രാമിന് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റാണ്. സത്യത്തിൽ ഇപ്പൊ നാളെ ഞങ്ങൾ ഇവിടുന്ന് നെക്സസിന് പോവുക. സത്യത്തിൽ ഇപ്പോഴും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. ആ നാളത്തെ പോക്കും, നാളത്തെ ടീമിന്റെ കൂടെയുള്ള യാത്രയും ഇങ്ങനെ സത്യത്തിൽ സ്നേഹിക്കണം കേട്ടോ മൈലേശ്വരനെ. ഇങ്ങനെ സ്നേഹിക്കണം. നമ്മളെ കുടുംബത്തിനെക്കാട്ടും മൈലേശ്വരൻ നിങ്ങൾ സ്നേഹിച്ചു നോക്ക്. മൈലേശ്വരൻ നിങ്ങൾ ബ്ലഡിലേക്ക് എടുത്തു നോക്ക്. നിങ്ങൾ വേറെ ലെവലാ, ഒരു സംശയക്കാര്യത്തിലില്ല. കുടുംബത്തിനെ സ്നേഹിക്കണം വേണ്ടെന്നല്ല പറയാം, പക്ഷെ കുടുംബത്തിനെക്കാട്ടും പ്രയോറിറ്റി നിങ്ങൾ മൈലേശ്വരൻ എപ്പം കൊടുക്കുന്നു അവിടെ മുതൽ നിങ്ങളെ കുടുംബം ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റഡ് ആയി. ഒരു സംശയമില്ല. നിങ്ങൾ കിടന്നുപോയ വരുമാനം കിട്ടും. നിങ്ങൾ നാളെ ഇല്ലാതായി പോയി നിങ്ങളെ കുടുംബം പ്രൊട്ടക്റ്റഡ്. അങ്ങനെ നിങ്ങൾക്ക് മൈലേശ്വരനെ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെ സ്നേഹിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളൊക്കെ സത്യത്തിൽ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി പിന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ലീഡറും സത്യത്തിൽ അതിനുശേഷം എന്നെ നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ലീഡറും നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല. തുടക്കത്തിലൊക്കെ പിടിച്ച് വലിച്ച് എന്നെ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അനിൽകുമാർ സാറും പ്രസാദ് സാറും അതേപോലുള്ള ലീഡേഴ്സൊക്കെ സത്യത്തിൽ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാർ ആയ സമയത്ത് എന്റെ സ്റ്റാർ സെലിബ്രേഷൻ വന്ന് ഇന്നത്തെ ITC ലീഡർ ആയിട്ടുള്ള ശൈലേഷ് ബാലൻ സാറ് വന്നിട്ടുള്ളത് വെർണ കാറിലാണ്. ഈ വെർണ കാർ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ച് നിർത്തി. സത്യത്തിൽ കാർ എന്നുള്ള സത്യത്തിൽ എനിക്കൊരു സ്വപ്നമായിരുന്നു. കാർ എടുക്കുക എന്നൊക്കെ ഉള്ള സത്യത്തിൽ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അന്നത്തെ വരുമാനം കൊണ്ടും ചെലവുകൾ കൂടുതലുള്ളതുകൊണ്ടും കടബാധ്യത ഉള്ളതുകൊണ്ടും കാറിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ കാർ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം തട്ടി ഉണർത്താൻ ലീഡേഴ്സിന് പറ്റിയെന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൂടെ വന്ന ആളുകൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് അവിടെയാണ് സത്യത്തിൽ നിങ്ങൾ ലീഡറായിട്ട് മാറുന്നത്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി സഹായിക്കും എന്നുള്ളത് കൂടി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇതിന്റെ പ്രോഗ്രാമും ട്രെയിനിങ് ആയിട്ട് അവരെ കണക്ട് ചെയ്താൽ മതി. അങ്ങനെ എന്റെ സ്റ്റാർ സെലിബ്രേഷന് ശൈലേഷ് സാർ വെർണ കാറിൽ വന്നു. ആ വെർണ കാർ മുറ്റം നിർത്തി. അങ്ങനെ സ്റ്റാർ സെലിബ്രേഷൻ അദ്ദേഹം വന്നു, ടീമിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്റെ ബന്ധുക്കളും എന്റെ വീട്ടുകാരൊക്കെ ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ചായയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ശൈലേഷ് സാർ പറഞ്ഞു, പിന്നെ കാറിലൊന്ന് കയറി അതിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് AC വരുന്ന ഒരു കാറാണ്, സാർ ഒന്ന് കയറി വെക്കുന്നത്. സത്യത്തിൽ ഞാനും ഒന്ന് അളിയനൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ കാർ കയറിയ സമയത്ത് സാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇട്ട സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ നിന്ന് വേറെ ചന്തീന്റെ ഭാഗത്തുനിന്ന് പോലും AC വരെ തണുപ്പ് പറ്റാൻ തുടങ്ങി. അപ്പൊ സത്യത്തിൽ അതൊക്കെ വലിയൊരു ക്രേസ് ആയിട്ട് മാറിയതല്ല. അങ്ങനെ ഒരു കാർ കാർ എടുക്കണം എന്നുള്ള സ്വപ്നമൊക്കെ ആ സമയത്ത് വന്നു എന്നുള്ള. അങ്ങനെ പിന്നീട് എന്റെ കടബാധ്യതകൾ തീർക്കുക, അല്ലെങ്കിൽ കാർ എടുക്കുക, അല്ലെങ്കിൽ വലിയ വീട് വെക്കുക, ഇങ്ങനെയുള്ള കുറെ സ്വപ്നങ്ങൾ സത്യത്തിൽ തട്ടി ഉണർത്താൻ ലീഡേഴ്സിന് പറ്റിയെന്നില്ല. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു പിന്നീട്. അങ്ങനെ ഈ ബിസിനസ് ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഒരൊറ്റയൊന്നും വിടാതെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇത് തന്നെയാണ് ഇതിന്റെ സക്സസ്, വേറെ ഒന്നുമല്ല. ട്രെയിനിങ്ങും മീറ്റിങ്ങും നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ഇതിൽ വളരും. ഒരു മീറ്റിംഗ്, ഒരു ട്രെയിനിങ് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ 6 മാസം പുറകിലേക്ക് സഞ്ചരിക്കും. 6 മാസം പുറകിലേക്ക് സഞ്ചരിക്കും. സംഭവം എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, എക്സ്ക്യൂസ് പറയുന്ന ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളിപ്പം പറയുന്ന എക്സ്ക്യൂസ് ഇപ്പൊ പിന്നെ വിശാലാക്ഷി മേഡത്തിനോട് പറയാന്ന്, ബൈജു സാറ് പറയാന്ന്, മേഡം എന്ത് വന്നാലും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ മേഡം എന്തെന്ന് പറഞ്ഞു, അയ്യോ സാറേ പിന്നെ എന്റെ മോൻ ഗൾഫ് പോവുകയാണ്, അപ്പൊ ഇന്ന് എന്തായാലും വരാൻ പറ്റില്ല. ഓക്കെ, ബൈജു സാറിന് മറിച്ചൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ബൈജു സാറിന് മറിച്ചൊന്നും പറയാൻ പറ്റില്ല. ആ ശരി മേഡം, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ബൈജു സാറിനെ സംബന്ധിച്ച് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് വിശാലാക്ഷി മേഡത്തിനെ സംബന്ധിച്ച് 6 മാസം പുറകിലേക്ക് സഞ്ചരിക്കും ഈ ബിസിനസ്സിൽ. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിയുന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ ട്രെയിനിങ്ങും മീറ്റിങ്ങും വിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വയനാട് ഒരു RTP വെച്ചു. അപ്പോ RTP പോകാനുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പൊ അതിന്റെ തലേന്നാണ് പിന്നെ പോണ്ടേ തലേന്ന് ആണ് എന്റെ അമ്മേന്റെ മാമൻ മരിക്കുന്നത്. അമ്മേന്റെ അപ്പോ അമ്മേന്റെ മാമൻ എന്ന് പറഞ്ഞപ്പോ നമ്മളതിൽ അതിന്റെ ഒരു പൊല ഉണ്ടാവും. അപ്പോ അങ്ങനെ മരിച്ച വീട്ടിൽ പോയി. ആ സമയത്ത് രാവിലെ മരിച്ചാണ്, വൈകിട്ട് പിന്നെ ബോഡി എടുക്കുന്നൊക്കെ ആദ്യം പറഞ്ഞതാണ്. പക്ഷെ അവിടെ എത്തി നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇവരെ മകൻ വരാനുണ്ട് ബാംഗ്ലൂരിന്ന്. അപ്പൊ അവൻ വരാനുള്ളതുകൊണ്ട് ബോഡി പിറ്റേന്ന് എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആകെ ടെൻഷനായി. കാരണം പിറ്റേന്ന് ബോഡി എടുക്കാന്ന്, ബോഡി എടുത്തതിന് ശേഷം എനിക്ക് പോകാൻ പറ്റൂ. പോണമെന്നുണ്ട്. അല്ല സത്യത്തിൽ 5 ദിവസം 5 7 ദിവസം അവിടെ ഇരിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും
ബോഡി എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഒരു പ്രോഗ്രാമിന് ട്രെയിനിങ്ങിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട സംഗതിയാണ്. കുടുംബക്കാരെ തന്നെ വെച്ചിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതെങ്ങനെയെങ്കിലും ബോഡി എടുപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും ചർച്ചയായി. ഫ്രീസർ എടുക്കാൻ പോകേണ്ട ആളുകൾ അങ്ങനെ പോയി. അപ്പോ സത്യത്തിൽ ആ ബോഡി അന്ന് എടുപ്പിക്കണം. അന്ന് എടുപ്പിച്ചില്ലെങ്കിൽ പിറ്റേന്ന് RTPക്ക് പോകാൻ പറ്റില്ല. കാരണം അമ്മാവൻ ഏതായാലും മരിച്ചു. പക്ഷെ RTP പിന്നെ ജീവിതത്തിൽ വേറെ അങ്ങനെ ഒരു RTP കിട്ടുകയില്ല. അപ്പൊ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെയുണ്ട് ബോഡി ഒന്ന് എടുപ്പിക്കാനുള്ള ചിന്തയിലായി. അങ്ങനെ അവിടെ ഒരു കാരണവരുണ്ട്. മൂപ്പര് ഭയങ്കര അഭിപ്രായം പറഞ്ഞ ആളാ. അപ്പൊ ഞാൻ മൂപ്പരെ പോയിട്ടൊന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, കൃഷ്ണട്ടാ, പിന്നെ നിങ്ങളെ വാക്കിൽ ഇവിടെ ഒരു വിലയുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവര് രാവിലെ മരിച്ചതാ. രാവിലെ മരിച്ച് ഇത്രയും ആളുകൾ പട്ടിണി കിടക്കുക അവിടെ. നാളെ രാവിലെ അവരെ വെള്ളം കുടിക്കാതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല. പിന്നെ മകന്റെ മകൻ അവരെ മകനൊന്നുമല്ലല്ലോ, മകന്റെ മകനല്ലേ അവരാണ്. ഒരു 2 മാസം മുന്നേ പിന്നെ വലിയച്ഛനെ കണ്ട് പോയതാണ്, വലിയമ്മനെ കണ്ടു പോയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു അഭിപ്രായത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് ഇത്രയും ആൾക്കാരെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂപ്പരൊന്ന് സൂചിപ്പിച്ചു. അങ്ങനെ മൂപ്പര് വന്ന് സംസാരിച്ചു, ബോഡി ഇന്ന് തന്നെ എടുക്കണം. അങ്ങനെ ബോഡി അന്ന് വൈകുന്നേരം എടുത്തു. ഞാൻ വെള്ളം കൊടുക്കുക ചടങ്ങൊക്കെ ഉണ്ട്. ആ വെള്ളം കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, നേരെ വയനാട്ടിലേക്ക് വിട്ടു എന്നുള്ള. എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോ? ക്ലിയർ ആവുണ്ടോ? അപ്പൊ അതൊരു ഞാൻ രസകരമായി പറഞ്ഞല്ലോ, സത്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്താണ് സത്യത്തിൽ ഈ ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടായത്. അങ്ങനെ അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ചുരുക്കുക, ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമല്ല. അപ്പൊ എന്തായാലും അങ്ങനെ 450 1000 2000 5000 ഒക്കെ ആയി. അപ്പൊ ഇതിൽ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന വരുമാനം ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാക്കി. അങ്ങനെ അന്ന് ഇപ്പൊ TC റാങ്ക് മുതലാണ് പെർഫോമൻസ് ബോണസ് ഉള്ളതെങ്കിൽ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതലുണ്ട്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന റാങ്ക് വരെ എല്ലാ റാങ്കിലും പെർഫോമൻസ് അടിക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞത് എന്റെ ബുദ്ധിയോ എന്റെ കഴിവോ എന്റെ എക്സ്പീരിയൻസോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. ഞാൻ ലീഡേഴ്സിന് സറണ്ടറായി, ഇവിടുത്തെ ബിസിനസ് ആവശ്യപ്പെടുന്ന സിസ്റ്റത്തിന് സറണ്ടറായി എന്നുള്ള. ഇത് നിങ്ങൾ ആര് സറണ്ടർ ആയി കഴിഞ്ഞാലും നിങ്ങൾക്കും ഇതേ മാസ വരുമാനം ആഴ്ച വരുമാനം ഒക്കെ നേടാം. അങ്ങനെ 35,000 രൂപ എന്ന് പറയുന്നത് ഞാൻ ബാങ്കിൽ ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്ന വരുമാനം ഇവിടെ മൈലേഷ്യൽ കൂടി ആഴ്ച വരുമാനം കിട്ടിയ സമയത്ത് ബാങ്ക് റിസൈൻ ചെയ്ത് ഫുൾ ടൈമറായി. ഈ സമയത്ത് ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ പിന്നെ എന്റെ ഭാര്യയൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. ഭാര്യയ്ക്ക് ബിസിനസ് അറിഞ്ഞുകൂടാ. ഇവളെ കൺവീൻസ് ചെയ്യാൻ സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാൻ പല ആളുകളും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഓ, ഓള് പോകുന്ന കണ്ടില്ലേ, ഓള് രാവിലെ ബാഗും തൂക്കി പോവും. ഓളെ കുറെ മേഡന്ന് വിളിക്കാൻ കുറെ ആൾക്കാരുണ്ട്, ഇയാളെ സാറേന്ന് വിളിക്കാൻ കുറെ ആൾക്കാരുണ്ട്. എന്നാ വീട്ടിലെ കാര്യങ്ങൾ ഇയാൾ നോക്കുന്നുണ്ടോ? അല്ല, ഇങ്ങനെയൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്ന ആളുകളുണ്ടാവും, കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. ഇതിന്റെ ഒക്കെ കേടെ കിടന്നിട്ടായിരിക്കും മൈലേജ് ചെയ്യുന്നത്. അന്നേരമായിരിക്കും ലീഡർ വിളിക്കുക, മേഡം ട്രെയിനിങ് ഉണ്ട്, മേഡം വർക്കെടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലീഡേഴ്സ് വിളിക്കുമ്പോ എന്താ പറയാ, ഭ്രാന്ത് വേറെ പിടിക്കും. അപ്പൊ നിങ്ങൾ ബേസിക്കായി ചെയ്യേണ്ട കാര്യം, നിങ്ങളെ വീട്ടുകാരെ, നിങ്ങളെ ഭാര്യയാണ്, നിങ്ങളെ ഭർത്താവിന്, നിങ്ങളെ മക്കളെ. ചില വീട്ടിൽ മക്കളാ, എനിക്കൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ടീമില് കുറെ ആളുകളുണ്ട്. ഈ ചില വീട്ടിലെ മക്കള് അമ്മേനെ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കാത്ത മക്കളുണ്ട്. പട്ടിണി വരെ കിടന്ന് ഒരു മീറ്റിംഗും ഒരു ട്രെയിനിങ്ങും പറഞ്ഞ് ഇവിടുന്ന് പോയി പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിണി കിടന്ന മക്കൾ വരെ എന്റെ ടീമിലുണ്ട്. മനസ്സിലാണ്ടോ? ഇതൊക്കെ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ ബിസിനസ് എന്താന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷേ കൺവിൻസ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെത്തിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ട്. മാർഗം എന്തോ ആട്ടെ, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ മാർഗമല്ല പ്രധാന ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് മാർഗം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സിനിമ കാണിക്കാനോ ബീച്ചിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു GTSലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എത്തിക്കും. ക്ലിയർ ആണ്ടോ? എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഓനങ്ങൾ പൊട്ടാന്ന് വിളിച്ചോ, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ മക്കളോ ആരോ ആയിക്കോട്ടെ. ക്ലിയർ ആണ്ടോ? അപ്പൊ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ലീഡർമാർ വിചാരിച്ചാൽ നടക്കില്ല. ക്ലിയർ ആണ്ടോ? അപ്പൊ അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവും, ഒരു സംശയമില്ല. അവരെ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ സക്സസ് ആവും. ഞാനൊക്കെ തുടക്കത്തിൽ എന്താ വെച്ചാൽ എന്റെ ഭാര്യയ്ക്ക് വലിയ പ്രോഗ്രാമിൽ എത്തിച്ചു കൊടുക്കാനുള്ള പ്രോഗ്രാം ആ സമയത്തില്ല. പിന്നെ ഇവിടെ എനിക്ക് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ സത്യത്തില് പല ദിവസങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും ഇവള് സമ്മതിച്ചില്ല. ഇവള് ഇങ്ങനെ തുടങ്ങും കിടന്നുറങ്ങുന്ന സമയത്ത്, പിന്നെ നിങ്ങൾക്ക് വലിയ ജോലിയില്ല, അതിന് പോയാൽ പോലും നിങ്ങൾ ഈ ആളച്ചടത്തുന്ന പരിപാടിക്ക് പോകണോ, പേസ്റ്റും സോപ്പും വിൽക്കാൻ നടക്കാന്നോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചത്. സത്യത്തിൽ എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ പിന്നെ പഹയനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പക്ഷെ ഈ ബിസിനസ് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇവളെ ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിർത്തില്ല ഒരു തീരുമാനം എനിക്കുണ്ട്. ഞാൻ ഞാനിത് ചെയ്യും, ഇതിൽ വിജയിക്കും എന്നുള്ള ഒരു തീരുമാനം ഞാൻ തുടക്കത്തിൽ എടുത്തതും ഇതിന്റെ ഒരു പ്രധാന കാരണം കേട്ടോ.
അല്ലെങ്കിൽ അവള് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലുത് പണമല്ല സ്വൈര്യാന്ന് എന്ന് ചിന്തിക്കാന്നെങ്കിൽ ഈ ബിസിനസ് എന്നോ നിർത്തിപ്പോണ്ടതാ. അങ്ങനെ സത്യത്തിൽ ദൈവം സഹായിച്ചു തന്നെ പറയാം. കാരണം ഇവള് മലബാർ മെഡിക്കൽ കോളേജ് MMC ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവക്ക് അന്ന് ആ സമയത്ത് കൊറോണ വന്നു. ഞാൻ സത്യത്തിൽ പറയാം, ഇപ്പോഴും ദൈവം സഹായിച്ച് കൊറോണ വന്നു എന്ന് പറയാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് 17 ദിവസം ക്വാറന്റൈൻ ആയി. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടാ, നമ്മളൊക്കെ സമ്പർക്കത്തിലാണ്. അപ്പൊ മറ്റേ വളണ്ടിയർമാരും മെമ്പർമാരും പോലീസുകാരൊക്കെ നമ്മളെ നാട്ടിലുണ്ട്, നമുക്ക് എങ്ങോട്ടും ഇറങ്ങിക്കൂടാ. പക്ഷെ ആ സമയത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു ടീം ആയതുകൊണ്ടും ആ സമയത്ത് ടീമിന് സർവീസ് കൊടുത്തത് കൊണ്ടും വളരെ ശ്രദ്ധിക്കണം. കുറച്ച് ആളുകൾ കൂടെ വന്നതുകൊണ്ടും കുറച്ച് ആളുകൾ കൂടെ വരിക എന്ന് പറഞ്ഞാൽ കുറെ ആളുകളോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടോ, കുറച്ച് ആളുകൾ വരാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് 10 ആളോട് പറഞ്ഞാലേ ഇതിൽ 2 ആളെങ്കിലും നമ്മളെ കൂടെ ബിസിനസ്സിൽ വരൂ. ഓക്കെ, അങ്ങനെ 10 ആളെങ്കിലും വന്നാലേ 2 ആളുകൾ സീരിയസ് ആയി ചെയ്യൂ എന്നൊക്കെയുള്ള അതിന്റെ റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കണം. തുടക്കക്കാരായാലും ശരി, ഇനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും ശരി, ലീഡേഴ്സ് ആയാലും ശരി, ആരായാലും ശരി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാ ആളുകളും പറഞ്ഞ എല്ലാ ആളുകളും ബിസിനസ് ചെയ്തോളന്നില്ല. ഈ വരുന്ന എല്ലാ ആളുകളും ബിസിനസ് സീരിയസ് ആയി ചെയ്തോളന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിലേക്ക് നമ്മൾ എത്തണം. അതിനു വേണ്ടി കുറെ ആളുകളോട് ചിലപ്പോൾ ബിസിനസ് പറയേണ്ടി വരും. കുറെ മണ്ണ് വന്ന് പച്ചിരി സ്വർണം കിട്ടുക എന്ന് പറഞ്ഞത് പോലെ തന്നെ കുറെ ആളുകളോട് ബിസിനസ് പറയേണ്ടി വരും. അങ്ങനെ കുറെ ആളുകളോട് ബിസിനസ് പറഞ്ഞു, കുറച്ച് ആളുകൾ കയറി വന്നു, അവരെ കെയർ ഓഫിലൊക്കെ ആളുകൾ വന്നു. അവരെ കെയർ ഓഫിൽ എങ്ങനെ താനേ വരുമോ ആള്? ഇപ്പൊ നമ്മൾ 2 ആളെ കൊണ്ടുവന്നു, അവരെ കെയർ ഓഫിൽ 2 ആളുകൾ, ഈ 2 ആളുകൾ അല്ലെ 4 ആളായിട്ടും 8 ആളായിട്ടും താനേ വരുമോ? ഇല്ല. ഈ വന്ന 2 ആളുകൾക്ക് ആസ് എ ലീഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെയും കൂടി വിജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ 5000, 10000, 50000 തന്നിട്ടുള്ളത്. എന്റെ ലീഡറെ കണ്ടിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പറയുന്ന ഓരോ വ്യക്തികളോട്, ഇപ്പോ മൊയ്തുക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനീഷ് സാർ ആയിക്കോട്ടെ, സത്യഭാമ മേഡം ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എല്ലാവരെയും എനിക്കറിയില്ല. എന്തായാലും ഈ പേര് പറഞ്ഞ ആളുകൾ, എല്ലാ ആളുകളും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ കൂടെ 2 ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിശ്വസിച്ചിട്ട് വന്നതാ. 5000, 10000 മുടക്കിയിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ട് വന്നിട്ടുള്ളതാ. അത് നിങ്ങളെ ലീഡറെ കണ്ടിട്ട്, ഷഫീഖ് സാറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ബൈജു സാറിനെ കണ്ടിട്ടോ ഒന്നും വന്ന ആളുകളല്ല. ക്ലിയർ ആണോ? അവര് ബിസിനസ്സിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷമാണ് ബൈജു സാർ MTC ആണ്, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് സീലിംഗ് അച്ചീവർ ആണ് എന്നൊക്കെ ബോധ്യപ്പെട്ടത് പിന്നീടായിരിക്കും. ക്ലിയർ ആണോ? പക്ഷെ അവർ 5000, 10000 എടുത്ത് വന്നിട്ടുള്ളത് നിങ്ങളെ വിശ്വസിച്ചിട്ടാ. അപ്പൊ ആ വിശ്വാസം തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ഇതിൽ കൂടി മാൻ പവർ വെറുതെ അങ്ങ് ബിൽഡ് ആവുന്നില്ല, ആളുകൾ വെറുതെ അങ്ങ് വന്ന് ജോയിൻ ചെയ്തു വിടുന്നില്ല. അപ്പൊ ഇതിൽ കൃത്യമായ സർവീസ് കൊടുക്കണം. നമ്മളെ കൂടെ വന്ന ആളുകള് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അതിന് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഒരു ഉത്തരവാദിത്വം. അതായത് ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം. അച്ഛൻ എങ്ങനെയാണോ അല്ലെ ബാപ്പ എങ്ങനെയാണോ മക്കളെ നോക്കുക, ആ മക്കൾക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ ബാപ്പ എന്തൊക്കെ ചെയ്യും അതൊക്കെ ഇവിടെ ചെയ്യണം. ക്ലിയർ ആണോ? അതിന്റെ കെയർ ഓഫിൽ വന്ന ആളുകളെ നിങ്ങൾ എങ്ങനെ കാണണം വെച്ചാൽ മക്കളായിട്ട് കാണണം. മക്കളായിട്ട്. അപ്പൊ മക്കളെക്കാട്ടും സ്നേഹം മക്കളോടായിരിക്കും. പല ഉപ്പൂപ്പായ്ക്കും, പല ഉമ്മൂമ്മയ്ക്കും, പല വലിയച്ഛന്മാർക്കും ഒക്കെ സ്നേഹം മക്കളെക്കാട്ടും മക്കളോടായിരിക്കും. ഓല മടിയിലെടുത്തേക്ക് ഓല കൊഞ്ചിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എടുത്ത് മടിയിൽ വെക്കണം എന്നല്ല, അതേപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അവരൊന്ന് ഡെവലപ്പ് ആവണം, അവരൊന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഒരു വല്യച്ഛന്റെ, ഒരു വല്യുപ്പന്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കാന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം എ അച്ചീവർ. ഒരു സംശയമില്ല കാര്യത്തിൽ. മനസ്സിലാവട്ടോ? അപ്പൊ അങ്ങനെ കൂടെ വന്ന ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് കൊറോണ, അതിന്റെ മുമ്പേ എനിക്ക് കുറച്ചൊരു ടീമായി അവർക്കൊക്കെ വേണ്ട രീതിയിൽ അവർ വിളിക്കുന്ന സമയത്ത് മാത്രമല്ല, അവർ വിളിക്കാത്ത സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടും അവരെ അങ്ങോട്ട് വിളിച്ചും അവർക്കൊക്കെ ഒരു ടീം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എന്റെ ലീഡേഴ്സിനൊക്കെ ഉപയോഗിച്ച് ചെറിയ ടീമായി കുറച്ച് ആളുകളിലേക്കൊക്കെ ബിസിനസ് എത്തിയ സമയത്താണ് വൈഫിന് കൊറോണ വന്ന് കിടപ്പിലായെന്ന് പറഞ്ഞാൽ ക്വാറന്റൈനിലായിരുന്നു. അങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു എല്ലാവരും ചവനപ്രാശം വാങ്ങി കഴിച്ചോളണം, 10 ഗ്രാം ചവനപ്രാശം വെച്ച് കഴിക്കണം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം, അസുഖം വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആയുഷ് പ്രീമിയം മാർക്കുള്ള ചവനപ്രാശം ഉള്ളതേ ഉള്ളൂ. ഒടുക്കത്തെ കച്ചവടം. PUCയിലൊക്കെ സ്റ്റോക്ക് ഔട്ട്. ഒരു സാധനം സത്യത്തിൽ ഒരു ബോട്ടിൽ അന്നേരം എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കിട്ടാത്ത രീതിയിലുള്ള സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. കേറണ്ടോ? ടീമൊക്കെ നന്നായിട്ട് വാങ്ങി കഴിക്കാനും വീട്ടുകാരെ കഴിപ്പിക്കാനും അവരെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. പൊരിഞ്ഞ കച്ചവടം. സത്യത്തില് ആ ഒരു ബുധനാഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് വന്ന മൈലേഷ്യൽ കമ്പനി അയച്ചെന്ന സമയത്ത്, അതായത് 17 ദിവസം ഞാൻ വീട്ടിൽ കിടന്ന സമയത്ത്, ഇന്ന് എന്റെ ജീവിതം മാറ്റിമറിച്ച, ഞാൻ എന്നെക്കാട്ടേറെ സ്നേഹിക്കുന്ന മൈലേഷ്യൽ കമ്പനി എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചെന്ന് 25,000 രൂപയാണ്. സത്യത്തിൽ പാസീവ് ഇൻകത്തിന് സുഖം അറിഞ്ഞ അവിടെയാ. പാസീവ് ഇൻകത്തിന് സുഖം ഇത് അറിയണമെങ്കിൽ ടീം ഉണ്ടാവണം കേട്ടോ, ടീമിനുണ്ടാക്കണം. ക്ലിയർ ആവുണ്ടോ? ആ 25,000 അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് പിന്നെ വൈഫ് റൂമിലാണല്ലോ, വൈഫിന്റെ റൂമൊക്കെ തുറന്ന് ഞാൻ അകത്ത് പോയി. പിന്നെ കൊറോണ ഒന്നും നോക്കിയില്ല. ഞാൻ ഇവരോട് ചോദിച്ചു, നീയും ഞാനും 17 ദിവസം ഇവിടെ,
ഈ 17 ദിവസം ഹോസ്പിറ്റലിൽ നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എത്ര രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു ജോലി ചെയ്യാതെ എങ്ങനെ പൈസ ഇട്ടുക? അപ്പൊ ഞാൻ ഇവിടെയല്ലേ, ഞാൻ മെഡിക്കൽ ലീവ് അല്ലേ, ഈ പൈസ കിട്ടൂ? ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞതാ എന്റെ അക്കൗണ്ട് നീ കണ്ടോ, എന്റെ ഫോണിൽ മെസ്സേജ് ക്രെഡിറ്റ് ആയത് ഞാൻ കാണിച്ചു കൊടുത്തു. 25,000 രൂപ. എന്നോട് ചോദിച്ചു 25,000 രൂപ ഇത് എവിടെ വന്ന്? മൈലേശ്വർ മാർക്കറ്റ്. ഇതെങ്ങനെ വന്ന്? നിങ്ങളും പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനും പോയിട്ടില്ല. അതാ മോളെ പാസീവ് ഇൻകം. അതിന് വേണ്ടിയിട്ടാ മോളെ ഞാൻ ബിസിനസ് ചെയ്യുന്നത്. കിടന്നും പോയാലും മോളെ ഇതിൽ വരുമാനം കിട്ടും. ഇനി അഥവാ നാളെ ഞാൻ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഈ വരുമാനം നിന്റെ അക്കൗണ്ടിലേക്ക് വരും, നീ ആ നോമിനി. ഇവളാകെ വണ്ടർ അടിച്ച് നിൽക്കുക, ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതിൽ കിട്ടുമെന്നുള്ളത് മനസ്സിലായി, കടന്നുപോയ വരുമാനം കിട്ടുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ പ്രോഗ്രാമൊക്കെ വന്ന സമയത്ത് പ്രോഗ്രാമിലേക്ക് വിളിച്ച് പ്രോഗ്രാമൊക്കെ കാണിച്ച് ഇതിന്റെ വലുപ്പം മനസ്സിലായി. ഹലോ, ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ മൈലേജിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചീത്ത പറയാം. ഹലോ, ആ രീതിയിലേക്ക് അവക്ക് കോൺഫിഡൻസ് കിട്ടാൻ എന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ടീമിന്റെ പ്രവർത്തനവും ലീഡേഴ്സിന്റെ സഹായവും സിസ്റ്റത്തിന്റെ സഹായവും ഒക്കെ കാരണമായി എന്നുള്ള ഇങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങളെ ഭാര്യ നിങ്ങൾ പറഞ്ഞോ ഇത് കേട്ടോളൊന്നുമില്ല, ഭർത്താവ് കേട്ടോളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാമും മീറ്റിങ്ങുകളായിട്ട് അവരെയും കണക്ട് ചെയ്തൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാനും വിശാലാക്കി പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് നമുക്കത് ബോധ്യപ്പെടുക, ഒന്ന് നമ്മളെ വീട്ടുകാരത് ബോധിപ്പിച്ചു കൊടുക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിന് കൃത്യമായി സറണ്ടർ ആവുക, സിസ്റ്റം എന്താണോ ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഗ്രാജുവലി വരുമാനം വർദ്ധിച്ചു. ഇന്ന് ആ പണി ചെയ്തത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ടീം ഇന്ന് വന്നു. ഇന്ന് പിന്നെ എന്റെ വീട്ടിൽ മൊത്തം 15 ID ഉണ്ട്. പക്ഷെ ഇന്ന് 2 IDയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഒരു ID സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്. അത് ടച്ചിങ് അല്ല, ഒരു 10-16 ലക്ഷം കോടി വന്നു കഴിഞ്ഞാൽ അതും RTCയിലേക്ക് പോവുകയാണ്. മറ്റേ മെയിൻ ID എന്ന് പറയുന്ന RTC ആണ്. അങ്ങനെ STC എന്ന് പറയുന്ന IDയിൽ 1,10,000 വരെയൊക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റി. RTC എന്ന് പറയുന്ന IDയിൽ കഴിഞ്ഞ 616ാമത്തെ വീക്കിൽ സീലിംഗ് അച്ചീവർ ആകാൻ 2,10,000 വാങ്ങാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വന്നിട്ടുള്ളത് എന്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ ഈ ബിസിനസ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള. ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ളതാണ്, സമയം പോയിട്ടുണ്ട്, ചുരുക്കി പറയാം. ഈ ബിസിനസ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് ഉറച്ച തീരുമാനമായിരിക്കണം. ആ ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിശ്വാസത്തിൽ നിന്ന് ആ തീരുമാനം എടുക്കാൻ പറ്റും. ഈ വിശ്വാസം എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നുള്ള. മറ്റു ഉദാഹരണം പറഞ്ഞില്ല, മൈലേഴ്സിലൊക്കെ എന്നെ കേൾക്കുന്ന ഇപ്പൊ 90 ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന 90 ആളുകൾ ലീഡേഴ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ, ഈ ചില ആളുകളൊക്കെ തോന്നുമ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനമായിരിക്കും സത്യത്തിൽ മൈലേഷ്യൽ മാർക്കറ്റ്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട് പോലെയാണ് പല ആളുകൾ ഈ ബിസിനസ് കാണുക. നിങ്ങളെ കുറ്റം പറയല്ല, ഇങ്ങനെയാണ് കാണുക. അതെന്തുകൊണ്ടാ വെച്ചാൽ ഒരു പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ വിജയിക്കുമോ? ഇല്ല, വിജയിക്കില്ല എന്നുള്ളത് ആധികാരികമായിട്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കില്ല. ഒരു പ്രയോറിറ്റി ഒരു സെക്കൻഡിലേക്കെങ്കിലും മൈലേഷ്യൽ നിങ്ങൾ കൊണ്ടുവരണം. ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ഒരു 5ലോ 6ലോ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം നമ്മുടെ കുടുംബത്തിനുണ്ടാവും, പിന്നെ നമ്മളെ പ്രൊഫഷന് നമ്മളെ ജോലിക്ക് ഉണ്ടാവും. അല്ലെ, തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്കാച്ചാൽ പ്രയോറിറ്റി തൊഴിലുറപ്പിനായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മൈലേഷ്യൽ, ആ കഴിഞ്ഞുള്ള ദിവസമൊക്കെ ആയിരിക്കും അത് ചെയ്യുക. ഇനി അതല്ല വേറൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി നമ്പർ 2 ആ ജോലി ആയിരിക്കും ഉണ്ടാവുക. 1 കുടുംബം, 2 ജോലി, 3 കല്യാണം കൂടല്, പിന്നെ കളവാണങ്ങൾ, മൂക്കുത്തി, പിന്നെ പൊട്ടുകുത്തല്, പാല് കാച്ചൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ പോയി. അതൊക്കെ കഴിഞ്ഞ് 5ാമത്തെയോ 6ാമത്തെയോ സ്ഥാനത്താണ് മൈലേഷ്യൽ വരുന്നതെങ്കിൽ ആ 6ന്ന് വെട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2ലേക്കോ മാക്സിമം ഒരു 3ലേക്കോ 2ലേക്കോ കൊണ്ടുവരണം. ഇനി 1ലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം. ക്ലിയർ ആണോ? അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്കോ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട് പോലുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണരുത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. ആ തീരുമാനം വിശ്വാസത്തിന് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളൊക്കെ പല ദൈവങ്ങളിലും പല മതങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ആളായിരിക്കും, ഏതോ ആയിക്കോട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പടച്ചോൻ, അള്ളാഹോ കൃഷ്ണനോ ആരോ ആയിക്കോട്ടെ, നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നേരിട്ട് സ്വപ്നം കാണുകയല്ല, നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് പറയാന്ന്, പിന്നെ ഷംനാസിന്റെ പിന്നെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഷംനാസ് ഒരുപാട് എന്നോട് പ്രാർത്ഥിച്ചല്ലോ. അപ്പോ ഷംനാസിന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ വീടിന്റെ തെക്ക് ഭാഗത്തെ മുറ്റത്ത് ഒരു 250 മീറ്റർ ആഴത്തിൽ നീ കുഴിക്കണം. ആ 250 മീറ്റർ ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നിധി കിടപ്പുണ്ട്. ആ നിധി നിന്നെയും നിന്റെ ഫാമിലിനെയും നിന്റെ തലമുറയെ രക്ഷിക്കാനുള്ള അത്രയും സ്വർണ്ണ ശേഖരം അവിടെ കിടക്കുന്നുണ്ട് എന്ന് ദൈവം ഷംനാസിന്റെ മുമ്പിൽ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷംനാസ് പ്രയോറിറ്റി നമ്പർ 1ലേക്ക് മുറ്റം കുഴിക്കുന്ന കാര്യത്തിന് കൊണ്ടുവരും.
എന്ന് പറഞ്ഞാൽ ആടെ കല്യാണം കളവാണം മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമാകില്ല. നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങും. ആ ഓക്ക് പ്രാന്തായി ഓളെ മുറ്റം കുഴിക്കുന്ന. ഹലോ, പണിക്കാരെ പോലും വെക്കാതെ, പണിക്കാരെ പോലും വിളിക്കാതെ സ്വന്തമായിട്ട് കുഴിക്കും. ഭർത്താവ് പറയൂ, കല്യാണം കഴിച്ചാന്ന് എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയാം. ഭർത്താവ് പറയൂ, നീ എന്ത് പ്രാന്താ കാണിക്കുന്നത്, ആവശ്യമില്ലാണ്ട് വീട്ടിന്റെ അകത്തുനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയൂ, നിങ്ങൾ വലിയ വർത്താൻ പറയണം, ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്ന് വരെ പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മാറും. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ, അത്രത്തോളം സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ, കാരണം പറഞ്ഞത് പടച്ചോനാ. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഭർത്താവിനെ ചിലപ്പോൾ അവഗണിക്കേണ്ടി വരും. ഞാൻ അവഗണിക്കണം എന്നല്ല പറഞ്ഞത്, ഒരു പക്ഷെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, മൈലേഷൽ ചെയ്യുമ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, രാവിലെ പകലാക്കി കൊണ്ട് നിങ്ങൾ കുഴിക്കും. എത്ര ക്ഷണിച്ചാലും കുഴിക്കും. ഭക്ഷണം സമയത്തിന് ഉണ്ടാവുകയില്ല, മര്യാദയ്ക്ക് വെള്ളം കുടിക്കുകയില്ല, അല്ലെങ്കിൽ വേറെ ഒന്നിനും പ്രാധാന്യം ഉണ്ടാവും. കുടുംബത്തിൽ കല്യാണം ഉണ്ടാവും, പോകില്ല. ഹലോ, കുടുംബത്തിൽ മരണം ഉണ്ടാവും, അതിന് പോകില്ല, കുഴിയോട് കുഴിയായിരിക്കും. ക്ലിയർ ആണോ? ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ കുഴി കുഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിൽ നിന്നുള്ള കുഴിയാണ്. കാരണം അത് പറഞ്ഞിട്ടുള്ള ദൈവം. ക്ലിയർ ആണോ? ഇവിടെ ഒരു ദൈവവും പറഞ്ഞാലില്ല. ഹലോ, ഇവിടെ നിങ്ങൾ ലീഡർമാരെ ദൈവത്തിന് പോകുമ്പോൾ കണ്ടോ ഒരു പറയുന്ന, അങ്ങനെ വിശ്വസിക്കുക. എന്നിട്ട് കുഴിക്കാൻ തുടങ്ങുക, മൈലേശ്വർ കുഴിക്കാൻ തുടങ്ങും. ഏടെ കുഴിക്കണമെന്നില്ല അവർ പറഞ്ഞുതരും. അത് പറഞ്ഞ പ്രകാരം നിങ്ങൾ കുഴിക്കും. ആ കുഴിച്ചാൽ യു വിൽ ബിക്കം എ അച്ചീവർ. ഒരു സംശയമില്ല, ഇത് തന്നെയാണ് കേട്ടോ. അല്ലാതെ ഒരു എക്സ്പീരിയൻസോ ഒരു കഴിവോ ഒരു മണ്ണാങ്കട്ടയില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ അതിൽ വിജയിച്ച് കാണുന്നില്ല. നിങ്ങൾ ഇനി എത്ര ലക്ഷത്തിന്റെ കച്ചവടം കയറ്റിയാലും ഒരു രൂപ ബീവി എനിക്ക് കയറിയില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് അറിയോ, നിങ്ങളൊക്കെ ഇതിൽ വിജയിച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുക്കാം. ഇന്ന സ്ഥലത്ത് ആയിഷ ബി മേഡം ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഷംനാസ് മേഡം ഉണ്ട്, ഇന്ന സ്ഥലത്ത് അനീഷ് സാറുണ്ട്, ഇന്ന സ്ഥലത്ത് മൊയ്ത് സാറുണ്ട്, ജിരീഷ് സാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു കൊടുക്കാം. ക്ലിയർ ഉണ്ടോ? അതാ എന്റെ ബിസിനസ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഇതിന് സിസ്റ്റം ആവശ്യപ്പെടുന്ന, ബിസിനസ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ മാറിയേ പറ്റൂ. അങ്ങനെ മാറിയാൽ മാത്രമേ ഇതിൽ അച്ചീവർ ആവൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 100% ക്ഷമാപണം നടത്തിക്കൊണ്ട് എല്ലാ ആളുകൾക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ ഇത്രയും നേരം ശ്രവിച്ച, സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും വിജയാശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഷെഫീഖ് സാറിനും, അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബൈജു സാറിനും, ജിജീഷ് സാറിനും, അതേപോലെ തന്നെ കുറെ ആളുകളുണ്ട്, നമ്മളെ ഗേറ്റ് വേ സുമേഷ് സാറിനും, ഇവരൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ബാക്കി എല്ലാ ആളുകളെയും കണ്ടുപരിചയമുണ്ട്. എന്തായാലും എല്ലാ ആളുകൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൻ.